ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് പച്ചമുളക് ഉപ്പിലിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോക്ക് വന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. എരിവുള്ളത് നിങ്ങൾക്ക് വേറെ എരിവില്ലാത്തതാണ്. കുറച്ച് വലുപ്പത്തിലുള്ള അതിൻ്റെ ഒരു ഉണ്ട സൈസിലൊക്കെ നമുക്കത് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ കിട്ടുന്നതാണെങ്കിൽ ഇത് എരിവ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴുകി ക്ലീൻ ആക്കിയിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. വെള്ളം നനവില്ലാതെ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ അത് നനവില്ലാതെ വേണം നമുക്ക് ഈ മുളക് എടുക്കാൻ. അപ്പോൾ ഈ വെള്ള നനവ് തീരെ പാടില്ല. അപ്പോൾ തന്നെ നമ്മൾ ഉപ്പിലിട്ടത് ഒരു വർഷം വരെയൊക്കെ ഒരു കേടോ ഉപ്പില വരാതൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഞെട്ടിയൊന്നും ഞാൻ കളയുന്നില്ല. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ മാറ്റി വയ്ക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം ചൂടാക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന കുപ്പി അതുപോലെ എത്ര മുളകുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ചൂടാക്കി എടുക്കുക കേട്ടോ. നമ്മൾ പച്ചവെള്ളം ഇതിൽ ഒഴിക്കുന്നില്ല, ചൂടാറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ വെള്ളത്തിന് നന്നായിട്ട് ഉപ്പ് അലിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് ചൂടാറിയ ശേഷമാണ് നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളം ചെറുതായിട്ട് ചൂടാവുന്നതിന് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മുളക് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മുളക് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. മഞ്ഞ കളർ വന്നതോ അതിന് കേട് വരാനായത് അങ്ങനത്തൊന്നും എടുക്കാതെ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ ആ വെള്ളം ചൂടായിട്ട് ഓഫ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇട്ട് വെക്കുന്ന ബോട്ടിൽ എടുക്കുക. ബോട്ടിൽ എടുക്കുമ്പോൾ വെള്ളം നനവില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിൽ എടുക്കുക കേട്ടോ. ഗ്ലാസ് ജാറിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുണ്ടെങ്കിൽ ഗ്ലാസ് ജാറിന് എടുക്കുക. പ്ലാസ്റ്റിക് ഇല്ലാതെ ഗ്ലാസ് കുപ്പിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഇവിടെ കഴുകി ക്ലീനായി ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന മുളകില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ മുളക് വരിഞ്ഞ് കൊടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കഴുകി സ്ട്രെയിറ്റ് അതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. വരിയൊന്നും വേണ്ട. നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുളക് അതിലിരുന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കണ സമയത്ത് അതങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ നീര് തന്നെ ഉണ്ടാവും കേട്ടോ. അത് മാത്രം ഇതിലൊരു പീസിൽ മുളക് മാത്രം മതി കേട്ടോ. നമുക്ക് എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. മുളക് എരിവില്ലാത്തതുകൊണ്ട് തന്നെ അത് മുളക് കൂട്ടി കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലത്തെ മുളക് നമുക്ക് ഷവർമയുടെ കൂടെ അതുപോലെ അൽഫാമിൻ്റെ കൂടെ ഒക്കെ സാലഡായിട്ട് കിട്ടാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. നമ്മളിപ്പോൾ ആ കുപ്പിയിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കാൻ പച്ചമുളക് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചൂടാറാൻ വെച്ച വെള്ളമല്ലേ ആ വെള്ളമാണ്. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഇതിൽ തുടിക്കാനേ പാടില്ല. പച്ചവെള്ളം ആഡ് ചെയ്യരുത്. ചൂട് ആറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഒഴിച്ചെടുക്കുന്നത് നമ്മൾ കുപ്പി എത്ര എടുത്തിട്ടുണ്ടോ അതിൻ്റെ 3/4 ഭാഗം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ കുപ്പിയാണ്. അപ്പോൾ അതിൻ്റെ 3/4 ഭാഗം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വലിയ കുപ്പിയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചൂടാക്കിയിട്ട് 3/4 കുപ്പി നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് സുർക്കയാണ്. അതിന് ബാക്കി ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ സുർക്ക ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഉപ്പ് നിങ്ങൾ നോക്കണം. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതിലാണ്. ഇനി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറവ് തോന്നുകയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇട്ട് 2ാമത്തെ ദിവസമൊക്കെ നോക്കുമ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടുണ്ട് കുലുക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഉപ്പൊക്കെ സെറ്റാണ് കേട്ടോ. ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് നല്ല ടൈറ്റാക്കിയിട്ട് അടച്ചു വയ്ക്കാം. വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന കുപ്പിയാണെങ്കിലും മുളകിലാണെങ്കിലും. പച്ചമുളക് ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കിടിലൻ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ കയ്പക്ക ഉപ്പിലിട്ടത്, ആപ്പിൾ ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ നമ്മളെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. ആപ്പിൾ ഉപ്പിലിട്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപ്പിലിട്ടതിൻ്റെ ഒരു 2 മണിക്കൂറിൻ്റെ ശേഷം നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ മുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നത്. ഈ മുളക് നമുക്ക് കഴിക്കാൻ പറ്റും. ആപ്പിൾ സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്തേക്കണം. നമ്മൾ ചാനലിലുണ്ട് എങ്ങനെയാണ് ഉപ്പിലുണ്ട് എന്നുള്ളത്. നമ്മൾ ഉപ്പിലിട്ടതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ആപ്പിൾ എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ സെയിം വെള്ളത്തിൽ തന്നെ പിന്നെയും കഴിയുന്നതോറും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. ആപ്പിൾ ഉപ്പിലിട്ടത് അതുപോലെ തന്നെ കയ്പക്ക ഉപ്പിലിട്ടതും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ അത് മാത്രം മതിട്ട് കഴിക്കാൻ. കയ്പക്ക ഉപ്പിലിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ നമ്മൾ ചാനലിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും പച്ചമുളക് ഉപ്പിലിട്ട് നോക്കുക. അതുപോലെ ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ ഉപ്പിലിട്ട് നോക്കുക. കിടിലൻ ടേസ്റ്റാണ് ഇതൊക്കെ. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.